ഹായ് ഹലോ ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ആർമി ബേസ്ഡ് ആയിട്ടുള്ള ഏതൊരു എക്സാമിനും ചോദിക്കുന്ന സയൻസിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പെൻസിലിൻ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം. പെൻസിലിൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് എവിടെ നിന്നാണ്? ഓപ്ഷൻ എ ഈസ്റ്റ്, ഓപ്ഷൻ ബി ആൽഗെ, ഓപ്ഷൻ സി ഫംഗസ്, ദെൻ ഓപ്ഷൻ ഡി ലൈക്കൺ. എന്താണ് പെൻസിലിൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒരു ആന്റിബയോട്ടിക് ആണ്. ആന്റിബയോട്ടിക് ആണ് എന്തെന്ന് പറയുക? പെൻസിലിൻ എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ പെൻസിലിൻ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരെന്താണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് എന്ത് കണ്ടുപിടിച്ചത്? പെൻസിലിൻ കണ്ടുപിടിച്ചത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ് പെൻസിലിൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് എവിടെ നിന്നാണ് ചോദിച്ചാൽ എന്താണ്? ഓപ്ഷൻ സി ഫംഗസ് അല്ലെ, ഫംഗയിൽ നിന്നാണ് എന്ത് ചെയ്യുക? പെൻസിലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. ക്ലിയർ ആണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെറ്റ് ആണ്. അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 1 ഹോഴ്സ് പവർ ഈക്വൽ ടു. ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ ഏത് വാല്യൂവിന് ഈക്വൽ ആണ്? ഓപ്ഷൻ എ 746 വോൾട്ട്, ഓപ്ഷൻ ബി 748 വോൾട്ട്, ഓപ്ഷൻ സി 756 വോൾട്ട്, ഓപ്ഷൻ ഡി 764 വോൾട്ട്. എന്താണ് ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ? അതായത് മെഷീൻസിന്റെ ഒക്കെ പവർ, മെഷീൻസിന്റെ പവർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് എന്തെന്ന് പറയുക? ഹോഴ്സ് പവർ എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 വോൾട്ടിന് ഈക്വൽ ആണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫിസിക്സിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്തെന്ന് പറയുക? 1 ഹോഴ്സ് പവർ എന്നുള്ളത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ആൻ എക്സാമ്പിൾ ഫോർ എ സെമി കണ്ടക്ടിങ് മെറ്റീരിയൽ. എന്താണ് സെമി കണ്ടക്ടിങ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ? കുറച്ച് രീതിയിൽ മാത്രം എന്ത് ചെയ്യുക? ഇലക്ട്രിസിറ്റിയോ ഹീറ്റിനെയോ ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന വസ്തുക്കളെയാണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഈ 4 ഓപ്ഷനകത്ത് സെമി കണ്ടക്ടർ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കോപ്പർ, ഓപ്ഷൻ ബി ഗോൾഡ്, ഓപ്ഷൻ സി സോഡിയം, ഓപ്ഷൻ ഡി ജെർമേനിയം. ഏതായിരിക്കും ആൻസർ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ജെർമേനിയം ആണ് എന്തെന്നറിയപ്പെടുക? സെമി കണ്ടക്ടർ ആയിട്ട് നമ്മൾ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് യൂസ് ചെയ്യുക. കോപ്പർ, ഗോൾഡ്, സോഡിയം ഇത് മൂന്നും എന്താണ്? മെറ്റൽസ് ആണ്. ഇത് മൂന്നും മെറ്റൽസ് ആണ്. കോപ്പറിനെ സി കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു, ഗോൾഡിനെ എന്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു? AU കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. സോഡിയത്തിനെ എന്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു? Na കൊണ്ടാണ് സോഡിയത്തിനെ റെപ്രസെന്റ് ചെയ്യുക. സോഡിയം എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു സോഫ്റ്റ് മെറ്റലിന് എക്സാമ്പിൾ ആണ് അല്ലെ, ഒരു സോഫ്റ്റ് മെറ്റലിന് എക്സാമ്പിൾ ആണ് സോഡിയം എന്ന് പറയുക. ക്ലിയർ ആണോ? അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ജെർമേനിയം ആണ് നമ്മുടെ ആൻസർ. അങ്ങനെയാണെങ്കിൽ ജെർമേനിയത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? GE കൊണ്ടാണ് എന്ത് റെപ്രസെന്റ് ചെയ്യുക? ജെർമേനിയത്തിനെ റെപ്രസെന്റ് ചെയ്യുക. ക്ലിയർ ആണോ? 3 ക്വസ്റ്റ്യൻസും ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ് ഇന്ത്യൻ ആർമി 2025 അഗ്നിവീർ GD ട്രേഡ്സ്മാൻ. നമ്മുടെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് എത്ര? 2500 രൂപയാണ്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്. ഡെയിലി ലൈവ് ക്ലാസ്സസ് കാണാൻ പറ്റാത്തവർക്ക് എന്താണ്? റെക്കോർഡ് ക്ലാസ്സസ് ആയിട്ട് നമ്മുടെ ക്ലാസ് ലഭിക്കുന്നതാണ്. ആഴ്ചയിൽ 6 ദിവസമാണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ മോക്ക് ടെസ്റ്റ്, PYQ, മെഡിക്കൽ അവയർനെസ്, ഫിസിക്കൽ ട്രെയിനിങ്, ഡയറ്റ് പ്ലാൻ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ കോഴ്സിലൂടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ചേരാൻ താല്പര്യമുള്ളവർ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് യൂണിറ്റ് വി യൂസ് ടു എക്സ്പ്രസ് ന്യൂക്ലിയർ സൈസ്? അല്ലേ, ന്യൂക്ലിയർ സൈസിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഏതിന്റെ യൂണിറ്റിലാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ എ ടെസ്ല, ഓപ്ഷൻ ബി ന്യൂട്ടൺ, ഓപ്ഷൻ സി ഫെർമി, ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഏതായിരിക്കും ആൻസർ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. എന്താണ് ക്വസ്റ്റ്യൻ? ഇതാണ് ന്യൂക്ലിയർ സൈസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടേം ഏതാണ്? ഓപ്ഷൻ സി ഫെർമി ആണ് അല്ലേ. ന്യൂട്ടൺ എന്തിൻ്റെയാണ്? ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുക? ന്യൂട്ടൺ എന്ന് പറയുക. എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുക? ടെസ്ല എന്ന് പറയുക. ക്ലിയർ ആണോ? 4 ക്വസ്റ്റ്യൻസും ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ബ്രോൺസ് ഈസ് ആൻ മിക്സർ ഓഫ് 2 എലമെന്റ്സ് ഡാഷ് ആൻഡ് ഡാഷ്. എന്താണ് പറഞ്ഞത്? ബ്രോൺസ് എന്തിന്റെയൊക്കെ മിക്സർ ആണ്? എന്താണ്? ബ്രോൺസ് ഒരു അലോയി ആണ്. എന്തിന്റെയൊക്കെ മിക്സർ ആണ് ബ്രോൺസ് എന്ന് പറയുക? ഓപ്ഷൻ എ ടിൻ ആൻഡ് ലെഡ്, ഓപ്ഷൻ ബി കോപ്പർ ആൻഡ് ടിൻ, ഓപ്ഷൻ സി ടിൻ ആൻഡ് സിങ്ക്, ദെൻ ഓപ്ഷൻ ഡി കോപ്പർ ആൻഡ് അലുമിനിയം. നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്രോൺസ് ഒക്കെ നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുള്ളതാണ്. എന്തായിരിക്കും ആൻസർ? കോപ്പർ ആൻഡ് ടിൻ ആണ്. ഏതിന്റെ ആൻസർ? ബ്രോൺസിന്റെ അലോയ്സ് എന്നറിയപ്പെടുന്ന ഏതിനാണ്?
കോപ്പറിനെയും ടിന്നിനെയുമാണ് ബ്രോൺസിന്റെ അലോയ്സ് എന്ന് അറിയപ്പെടുക. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. സ്പ്ലിറ്റിംഗ് ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻടു 7 കളേഴ്സ് ഈസ് കോൾഡ്. നമുക്കറിയാം വൈറ്റ് ധവളപ്രകാശം അല്ലെ, വൈറ്റ് ലൈറ്റ് 7 കളേഴ്സ് ആയിട്ട് അടങ്ങിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ വൈറ്റ് ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്ത് 7 കളേഴ്സ് ആയിട്ട് മാറുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ റിഫ്രാക്ഷൻ, ഓപ്ഷൻ ബി റിഫ്ലക്ഷൻ, ഓപ്ഷൻ സി ഡിസ്പേർഷൻ, ഓപ്ഷൻ ഡി ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഏതായിരിക്കും വൈറ്റ് ലൈറ്റ് 7 ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രോസസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? തെറ്റിപ്പോകരുത്, ഓപ്ഷൻ സി ഡിസ്പേർഷൻ ആണ് അല്ലെ, ഡിസ്പേർഷൻ ആണ്. ഇത് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരാണ് സർ ഐസക് ന്യൂട്ടൺ. ഇത് കണ്ടുപിടിച്ചത് സയന്റിസ്റ്റിന്റെ പേരാണ് സർ ഐസക് ന്യൂട്ടൺ ആണ് കണ്ടുപിടിച്ചത്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഏതാണ്? ഡയമണ്ടിന്റെ തിളക്കം അല്ലെ, ഡയമണ്ടിന്റെ തിളക്കത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് അതിന്റെ റീസൺ. ഇനി നോക്കിയേ, റിഫ്രാക്ഷൻ എന്താണ്? നമ്മളൊരു ബീക്കറിനകത്ത് എന്ത് ചെയ്യുകയാണ്, ഒരു പെൻസിലോ അല്ലെങ്കിൽ സ്കെയിലോ എന്തെങ്കിലും ഡിപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ബെൻഡ് ചെയ്ത് കാണും, അതായത് ഒടിഞ്ഞ രീതിയിൽ കാണപ്പെടും അല്ലെ. അത് ഏത് പ്രോസസ് ആണെന്ന് ചോദിച്ചാൽ ഏതാണ്? റിഫ്രാക്ഷൻ ആണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തരട്ടെ. 7ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് സൗണ്ട് ഈസ് എബവ് ഓഡിബിൾ ഫ്രീക്വൻസി? എന്താണ് ക്വസ്റ്റ്യൻ? ഇതാണ്. ഓഡിബിൾ ഫ്രീക്വൻസിയിൽ എബവ് ആയിട്ടുള്ള സൗണ്ടിനെ പറയുന്ന പേര് എന്താണ്? ഓപ്ഷൻ എ അൾട്രാസോണിക്, ഓപ്ഷൻ ബി സൂപ്പർസോണിക്, ഓപ്ഷൻ സി മൈക്രോസോണിക്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. എന്താണ്? നമ്മുടെ നോർമൽ ശ്രവണ പരിധി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ഹെഡ്സ് തൊട്ട് 20,000 ഹെഡ്സ് വരാണ് കേട്ടോ. 20,000 ഹെഡ്സ് വരാണ് എന്ത് ചെയ്യുക? നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഓഡിബിൾ റേഞ്ച് എന്ന് പറയുക. ഇതിനകത്തുള്ള സൗണ്ട് മാത്രമേ ഹ്യൂമൻ ബീങ്സിന് എന്ത് ചെയ്യാൻ പറ്റൂ? കേൾക്കാനായിട്ട് സാധിക്കൂ. 20,000 ഹെഡ്സിന് മുകളിലാണെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണ്? അൾട്രാസോണിക് സൗണ്ട് എന്നാണ് കേട്ടോ. അൾട്രാസോണിക് സൗണ്ട് എന്നും 20 ഹെഡ്സിന് താഴെയാണെങ്കിൽ ഇൻഫ്രാസോണിക് സൗണ്ട് എന്നുമാണ് പറയുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഓഡിബിൾ റേഞ്ചിൽ എബോവ് ആയിട്ടുള്ള ഫ്രീക്വൻസിയെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ അൾട്രാസോണിക് സൗണ്ട് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഈ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ചിട്ടാണ് ബാറ്റൊക്കെ എന്ത് ചെയ്യുക? അവരുടെ പ്രേയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഇര തേടാൻ വേണ്ടിയിട്ട് വവ്വാലുകൾ പോലുള്ള ജീവികൾ എന്ത് ചെയ്യുന്നുണ്ട്? അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ എലിഫന്റ്, വെയിൽസ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്രാസോണിക് സൗണ്ട് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക? കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? 7 ക്വസ്റ്റ്യൻസും ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ മീഡിയം ത്രൂ വിച്ച് ലൈറ്റ് വേവ്സ് ട്രാവൽ അറ്റ് ദ സ്ലോവസ്റ്റ് സ്പീഡ്. അതായത് തന്നിരിക്കുന്ന ഏത് മീഡിയത്തിലൂടെ ലൈറ്റ് സഞ്ചരിക്കുമ്പോഴാണ് സ്ലോവസ്റ്റ് രീതിയിൽ പോകുന്നത് അല്ലെങ്കിൽ സ്ലോവസ്റ്റ് സ്പീഡിൽ പോകുന്നത്? ഓപ്ഷൻ എ ഡയമണ്ട്, ഓപ്ഷൻ ബി എയർ, ഓപ്ഷൻ സി കെറോസിൻ, ദെൻ ഓപ്ഷൻ ഡി വാക്വം. എന്തായിരിക്കും ആൻസർ? നിങ്ങൾ എന്തായിരിക്കും ആൻസർ ചെയ്യുക? എന്താണ്? ഡയമണ്ടിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? വളരെ പതുക്കെ മാത്രമേ എന്ത് ചെയ്യൂ? കടന്നു പോകത്തുള്ളൂ. നമ്മുടെ റൈറ്റ് ആൻസർ ഏതാണ്? ഡയമണ്ട് ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഇനി നോക്കിയേ, ലൈറ്റ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഹൈ സ്പീഡിൽ സഞ്ചരിക്കുന്ന മീഡിയം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ ഡി വാക്വം ആണ് അല്ലേ. ശൂന്യതയിൽ കൂടെ വളരെ വേഗതയിൽ പ്രകാശം സഞ്ചരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്പീഡാണ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് അല്ലേ. ഈ ഒരു സ്പീഡിലായിരിക്കും എന്ത് ചെയ്യുക? പ്രകാശം സഞ്ചരിക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നോക്കിയേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എലമെന്റ് ദാറ്റ് മീൻസ് ഐ ക്യാരി ലൈറ്റ് അല്ലേ. ലൈറ്റ് അതായത് പ്രകാശം, സ്വന്തമായിട്ട് പ്രകാശം പുറപ്പെടുവിക്കുന്ന എലമെന്റിനെ അല്ലെങ്കിൽ എലമെന്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഫോസ്ഫറസ്, ഓപ്ഷൻ ബി മഗ്നീഷ്യം, ഓപ്ഷൻ സി മെർക്കുറി, ദെൻ ഓപ്ഷൻ ഡി ഓക്സിജൻ. ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ, ഏതായിരിക്കും എൻ്റെ കറക്റ്റ് ആൻസർ? ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഫോസ്ഫറസ് ആണ്. അത് ഏത് ഫോസ്ഫറസ് ആണ്? വൈറ്റ് ഫോസ്ഫറസ് ആണ് കേട്ടോ. വൈറ്റ് ഫോസ്ഫറസ് ആണ് എന്ത് ചെയ്യുക? അതായത് പ്രകാശം ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് എന്ത് ചെയ്യും? അത് സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? തിളക്കമുള്ളതായിട്ട് കാണപ്പെടുന്നു. അതിനെ പറയുന്ന പേരാണ് കെമിലൂമിനസെൻസ്. കെമിലൂമിനസെൻസ് എന്നുള്ള പ്രോസസ്സാണ് എന്തുകൊണ്ട് ഫോസ്ഫറസ് തിളങ്ങാനുള്ള കാരണം. ഓക്കെ ആണോ? റെഡ് ഫോസ്ഫറസ് കേട്ടുണ്ടോ? റെഡ് ഫോസ്ഫറസ് എവിടെയാണ് യൂസ് ചെയ്യുക? മാച്ച് ബോക്സ് ഇല്ലേ, മാച്ച് ബോക്സിന്റെ സൈഡിൽ കാണപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? റെഡ് ഫോസ്ഫറസ് ആണ്.
അല്ലേ? ഇനി നോക്കിയേ, മെർക്കുറി എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് മെർക്കുറിയാണ് അല്ലേ? മെർക്കുറി ഏത് പേരിൽ അറിയപ്പെടുന്നു? ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നു. എന്താണ്? ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? മെർക്കുറിയെ ആണ്. ക്ലിയർ ആണോ? 9 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഓക്കെ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഹൈഡ്രജൻ വാസ് ഡിസ്കവേർഡ് ബൈ, അല്ലെ? ഹൈഡ്രജനെ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആരെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഹെൻറി കാവൻഡിഷ്, ഓപ്ഷൻ ബി ജോസഫ് പ്രീസ്ലി, ഓപ്ഷൻ സി ലാവോസിയർ, ഓപ്ഷൻ ഡി ഡാനിയൽ റുദർഫോർഡ്. ആരായിരിക്കും ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്? മറന്നു പോകരുത്, ഹൈഡ്രജൻ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരാണ് ഹെൻറി കാവൻഡിഷ്. ഓർത്തു വെക്കുക, ഹൈഡ്രജൻ ഹെൻറി അല്ലെ? ഹൈഡ്രജൻ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരാണ് ഹെൻറി കാവൻഡിഷ്. അങ്ങനെയാണെങ്കിൽ ജോസഫ് പ്രീസ്ലി എന്താണ് കണ്ടുപിടിച്ചത്? എന്താണ്? ഓക്സിജൻ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ജോസഫ് പ്രീസ്ലി ആണ്. ക്ലിയർ ആണോ? 10 ക്വസ്റ്റ്യൻസ് ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി കൂടെ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ പ്യൂരിറ്റി ഓഫ് ഗോൾഡ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ കാരറ്റ്സ്, അല്ലെ? ഗോൾഡിന്റെ പ്യൂരിറ്റി എക്സ്പ്രസ് ചെയ്യുന്ന ഏതിലാണ്? കാരറ്റ്സിലാണ്. അങ്ങനെയാണെങ്കിൽ ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് ഗോൾഡ് ഈസ്, എത്ര കാരറ്റ് ആണ് പ്യൂറസ്റ്റ് ഗോൾഡ് എന്ന് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ 24 കാരറ്റ്സ്, ഓപ്ഷൻ ബി 6 കാരറ്റ്സ്, ഓപ്ഷൻ സി 916 കാരറ്റ്സ്, ഓപ്ഷൻ ഡി 22 കാരറ്റ്സ്, അല്ലേ? അതായത് സ്വർണത്തിൽ അതിനകത്ത് വേറെ ഒന്നും ചേർക്കാതെ പ്യുവർ ആയിട്ടുള്ള ഗോൾഡ് എത്ര കാരറ്റ് ആണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 24 കാരറ്റ് ആണ്. ഓപ്ഷൻ എ 24 കാരറ്റ്സ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണ്? സെറ്റ് ആണ്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ കെമിക്കൽ നെയിം ഓഫ് ലാഫിംഗ് ഗ്യാസസ്, എന്താണ്? ലാഫിംഗ് ഗ്യാസ് എന്ന് അറിയപ്പെടുന്നതിന്റെ കെമിക്കൽ നെയിം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ നൈട്രസ് ഓക്സൈഡ്, ഓപ്ഷൻ ബി സൾഫ്യൂരിക് ആസിഡ്, ഓപ്ഷൻ സി അമോണിയ, ഓപ്ഷൻ ഡി ഹൈഡ്രജൻ സൾഫേറ്റ്. ഏതായിരിക്കും ലാഫിംഗ് ഗ്യാസ് അല്ലെങ്കിൽ ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഏതാണ്? എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു പേരാണ്. ഏതാണ്? ഓപ്ഷൻ എ നൈട്രസ് ഓക്സൈഡ് ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? സൾഫ്യൂരിക് ആസിഡ് എന്താണ്? കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. H2SO4 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ ആണ്. അമോണിയ NH3 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ക്ലിയർ ആണോ? ഓക്കെ ആണ്. 12 ക്വസ്റ്റ്യൻസും സെറ്റ് ആണ്. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. സ്റ്റഡി ഓഫ് കിഡ്നി, അല്ലെ? നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഒരു ഓർഗൻ ആണ് എന്തെന്ന് പറയുക? കിഡ്നി എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ കിഡ്നിയെ കുറിച്ചുള്ള സ്റ്റഡിയെ പറയുന്ന പേര് ഏതാണ്? ഓപ്ഷൻ എ കാർഡിയോളജി, ഓപ്ഷൻ ബി നെഫ്രോളജി, ഓപ്ഷൻ സി ഓങ്കോളജി, ദെൻ ഓപ്ഷൻ ഡി ഡെർമറ്റോളജി. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? സ്റ്റഡി ഓഫ് കിഡ്നി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ബി നെഫ്രോളജി ആണ് എന്തെന്ന് അറിയപ്പെടുക? സ്റ്റഡി ഓഫ് കിഡ്നി എന്ന് അറിയപ്പെടുക. നെഫ്രോളജി ആണ് കറക്റ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ കാർഡിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർട്ടിനെ കുറിച്ചുള്ള പഠനമാണ് എന്തെന്ന് പറയുക? കാർഡിയോളജി എന്ന് പറയുക. ഓങ്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻസറിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഓങ്കോളജി എന്നറിയപ്പെടുന്നു. ദെൻ ലാസ്റ്റ് വൺ ചോദിച്ചതാണ് ഡെർമറ്റോളജി. എന്താണ് ഡെർമറ്റോളജി? സ്കിന്നിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് എന്തെന്ന് പറയുക? ഡെർമറ്റോളജി എന്ന് പറയുക. ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റഡീസ് ഇമ്പോർട്ടൻ്റ് ആണ്, തെറ്റിച്ച് പോകരുത്. നമുക്ക് എന്താണ് കൺഫ്യൂഷൻ ആവുന്ന ഒരു ടോപ്പിക്കാണ് ഈ സ്റ്റഡീസ്, അതുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു പോകണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡോട്ട് ടെസ്റ്റ്, അല്ലേ? അതൊരു രോഗനിർണയത്തിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. ഡോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് ഏത് ഡിസീസുമായിട്ട് റിലേറ്റഡ് ആണ്? ഓപ്ഷൻ എ ട്യൂബർകുലോസിസ്, ഓപ്ഷൻ ബി എയ്ഡ്സ്, ഓപ്ഷൻ സി ഡിഫ്തീരിയ, ഓപ്ഷൻ ഡി മംസ്. ഏതായിരിക്കും ഡോട്ട്സ് മറന്നു പോകരുത്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഏതാണ്? ട്യൂബർകുലോസിസ് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റ് ആണ് എന്തെന്ന് പറയുക? ഡോട്ട് ടെസ്റ്റ് എന്ന് പറയുക. ഓക്കെ, ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നോക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ സയന്റിഫിക് നെയിം ഓഫ് വൈറ്റമിൻ സി, അല്ലെ? വൈറ്റമിൻ ഇമ്പോർട്ടൻ്റ് ആണ്, ബയോളജിയിൽ നിന്നൊരു ടോപ്പിക്കാണ് വൈറ്റമിൻസ്. വൈറ്റമിൻസിനകത്തൊന്നും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വൈറ്റമിൻ സി എന്ന് പറയുന്നതിന്റെ കെമിക്കൽ നെയിം അല്ലെങ്കിൽ സയന്റിഫിക് നെയിം എന്തെന്നാണ്? ഓപ്ഷൻ എ പാത്തോജനിക് ആസിഡ്, ഓപ്ഷൻ സി റൈബോഫ്ലാവിൻ, ഓപ്ഷൻ ബി സ്കാർവി, ദെൻ ഓപ്ഷൻ ഡി
അസ്കോർബിക് ആസിഡ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? നിങ്ങൾ ഏതായിരിക്കും ചെയ്യുക? നമുക്ക് എല്ലാം പരിചയമായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി എന്ന് പറയുക. വൈറ്റമിൻ സിയുടെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി അസ്കോർബിക് ആസിഡ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി അസ്കോർബിക് ആസിഡ് ആണ് കറക്റ്റ് ആൻസർ. നോക്കി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. റോയൽ ഡിസീസ് തന്നിരിക്കുന്നതിനകത്ത് റോയൽ ഡിസീസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ പാർക്കിൻസൺ ഡിസീസ്, ഓപ്ഷൻ ബി ട്യൂബർകുലോസിസ്, ഓപ്ഷൻ സി ഹീമോഫീലിയ, ദെൻ ഓപ്ഷൻ ഡി ലുക്കീമിയ. ഏതായിരിക്കും റോയൽ ഡിസീസ് അല്ലെങ്കിൽ രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ഏതാണ്? സി ആണ്. ഹീമോഫീലിയ ആണ് എന്തെന്നറിയപ്പെടുക? റോയൽ ഡിസീസ് എന്ന് അറിയപ്പെടുന്ന രോഗം. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. റെസ്പിറേഷൻ ഈസ് കൺട്രോൾഡ് ബൈ. നമ്മുടെ റെസ്പിറേഷനെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിന്റെ ഏത് പാർട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സെറിബ്രം, ഓപ്ഷൻ ബി സെറിബെല്ലം, ഓപ്ഷൻ ഡി മെഡുല ഒബ്ലോംഗേറ്റ, ദെൻ ഓപ്ഷൻ ഡി തലാമസ്. ഏതായിരിക്കും റെസ്പിറേഷനെ കോർഡിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റെസ്പിറേഷനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത്? ഓപ്ഷൻ സി മെഡുല ഒബ്ലോംഗേറ്റ ആണ് എന്തെന്ന് പറയുക? റെസ്പിറേഷനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. ലാർജസ്റ്റ് പാർട്ട് ബ്രെയിനിലെ ഏറ്റവും വലിയ പാർട്ട് ചോദിച്ചാൽ ഏതാണ്? അത് സെറിബ്രം ആണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് സെറിബെല്ലത്തിനെയാണ് ലിറ്റിൽ ബ്രെയിൻ എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി വാസ് കോസ്ഡ് ബൈ ദ ഗ്യാസ്. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിക്ക് കാരണമായിട്ടുള്ള ഗ്യാസ് ഏതാണ്? ഓപ്ഷൻ എ മീഥൈൽ ക്ലോറൈഡ്, ഓപ്ഷൻ ബി മീഥൈൽ ഐസോസയനൈഡ്, ഓപ്ഷൻ സി മീഥൈൽ ഐസോസയനേറ്റ്, ഓപ്ഷൻ ഡി മീഥൈൽ സയനൈഡ്. അല്ലേ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഏത് വാതകമാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിക്ക് കാരണമായിട്ടെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ സി മീഥൈൽ ഐസോസയനേറ്റ് ആണ് കാരണമായിട്ടുള്ള ഗ്യാസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ന്യൂട്ടൺ ഈസ് യൂസ്ഡ് ടു മെഷർ. ന്യൂട്ടൺ എന്ന് പറയുന്ന യൂണിറ്റ് എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക? ഓപ്ഷൻ എ സ്പീഡ്, ഓപ്ഷൻ ബി വോളിയം, ഓപ്ഷൻ സി ഫോഴ്സ്, ഓപ്ഷൻ ഡി ഏരിയ. അല്ലേ, ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്ത് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്? ഫോഴ്സ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് എന്തെന്ന് പറയുക? അല്ലെങ്കിൽ ഫോഴ്സിന്റെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ന്യൂട്ടൺ ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ ആണ്. ക്ലിയർ? ഓക്കെ, 20ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് വാസ് പ്രപ്പോസ്ഡ് ബൈ. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരെന്താണ്? ഓപ്ഷൻ എ ഹെൻറിച്ച് ഹെർട്സ്, ഓപ്ഷൻ ബി മാക്സ് പ്ലാങ്ക്, ഓപ്ഷൻ സി ബേസൽ പാസ്കൽ, ദെൻ ഓപ്ഷൻ ഡി മൈക്കിൾ ഫാരഡേ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ഹെൻറിച്ച് ഹെർട്സ് ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജിന്റെ SI യൂണിറ്റ് ചോദിച്ചേക്കാണ്. ഏതായിരിക്കും നിങ്ങൾ ആൻസർ ചെയ്യുക? നിങ്ങൾ എങ്ങനെയായിരിക്കും ചെയ്യുക? ഓപ്ഷൻ എ ആംപിയർ, ഓപ്ഷൻ ബി കൂളം, ഓപ്ഷൻ സി ESO, ഓപ്ഷൻ ഡി കെൽവിൻ. ഏതായിരിക്കും നിങ്ങൾ ചെയ്യുക? ഇലക്ട്രിക് ചാർജ് വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ആൻസർ? കൂളം ആണ്. എന്ത് കണ്ടുപിടിക്കാനുള്ളത്? ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് ചോദിച്ചാൽ ഏതാണ്? കൂളം ആണ്. അങ്ങനെയാണ് ആംപിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. രണ്ടും തിരിഞ്ഞു പോകരുത്. ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ആംപിയർ ആണ്. ഇലക്ട്രിക് ചാർജ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് കൂളം ആണ്. അല്ലേ, കെൽവിൻ എന്തിന്റെയാണ്? ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ആണ് എന്തെന്ന് പറയുക? കെൽവിൻ എന്ന് പറയുക. അതുകൊണ്ട് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്നുള്ള ചാപ്റ്റർ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ചു പോകണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഇത് നമ്മുടെ ടെലിഗ്രാം ചാനലാണ്. ഡെയിലി മോക്ക് ടെസ്റ്റുകളും നമുക്ക് അതിൻ്റെ ഇൻഫോർമേഷൻസ് ഒക്കെ തരുന്നത് നമ്മൾ ഏതിലാണ്? ഈ ടെലിഗ്രാം ചാനലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു അതിനകത്ത് ജോയിൻ ചെയ്യുക. ഓക്കെ, നോക്കി 23ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സിന്നബാർ ഈസ് ദ ഓർ ഓഫ്. പ്രീവിയസ് ഇയർ നല്ല രീതിയിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. സിന്നബാർ എന്ന് പറഞ്ഞാൽ ഏതിന്റെ ഓർ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പൊട്ടാസ്യം, ഓപ്ഷൻ ബി സോഡിയം, ഓപ്ഷൻ സി മെർക്കുറി, ദെൻ ഓപ്ഷൻ ഡി തോറിയം. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഏതാണ് സിന്നബാർ? എന്തിന്റെയാണ്? മെർക്കുറിയുടെ ഓറാണ് എന്തെന്ന് അറിയപ്പെടുക? സിന്നബാർ എന്ന് അറിയപ്പെടുക. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൊട്ടക്റ്റിംഗ് ലെയർ ഓഫ് ലങ്സ്. ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്ത് കാണപ്പെടുന്ന ലെയറിനെ പറയുന്ന പേര് ഏതാണ്? ഓപ്ഷൻ എ പ്ലൂറ,
ഓപ്ഷൻ ബി പെരികാർഡിയം, ഓപ്ഷൻ സി മെനിഞ്ചസ്, ദെൻ ഓപ്ഷൻ ഡി കോർട്ടെക്സ്. ഏതാണ് ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്ത് കാണപ്പെടുന്ന ലെയർ ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ എ പ്ലൂറയാണ് കറക്റ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ പെരികാർഡിയം എന്താണ്? ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്ത് കാണപ്പെടുന്ന ലെയറിനെയാണ് എന്തെന്ന് പറയുക? പെരികാർഡിയം എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ മെനിഞ്ചസ് എന്താണ്? ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്ത് കാണപ്പെടുന്ന ലെയറാണ് എന്തെന്ന് അറിയപ്പെടുക? മെനിഞ്ചസ് എന്ന് അറിയപ്പെടുക. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോക്കി, ദ ലാർജ് നമ്പർ ഓഫ് സെൽസ് ഇൻ ഹ്യൂമൻ, അല്ലെ ഹ്യൂമൻ ബോഡിയിൽ ബ്ലഡിനകത്ത് കാണപ്പെടുന്ന ലാർജ് നമ്പർ ഓഫ് സെൽസ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ RBC, ഓപ്ഷൻ ബി WBC, ഓപ്ഷൻ ഡി പ്ലേറ്റ്ലെറ്റ്. ഏതായിരിക്കും കൂടുതൽ എണ്ണം കാണുന്ന? ഏതാണ്? RBC ആണ്, അല്ലെ എറിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്നു. 120 ഡേയ്സ് ആണ് അതിന്റെ കാലാവധി എന്ന് പറയുക. RBC സെൽസും WBC സെൽസും ബോൺ മാരോയില് നിർമ്മിക്കുന്നു, അല്ലെ ബോൺ മാരോയിലാണ് എന്ത് ചെയ്യുക? ഫോം ചെയ്യുന്നത്. RBC സെൽസും WBC സെൽസും ഫോം ചെയ്യുക. പ്ലേറ്റ്ലെറ്റ്സ് എന്താണ്? ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെയാണ്. 25 ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് നോക്കി നിങ്ങൾക്ക് അത് ഫുള്ളും ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു, അല്ലേ? നമുക്ക് അങ്ങനെയാണെങ്കിൽ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ അടുത്തൊരു സെക്ഷനിൽ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ.